നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമേരിക്കയുമായി ചേർന്ന് പുതിയ തുറമുഖം നിർമ്മിക്കാൻ പാകിസ്ഥാൻ. ഇന്ത്യൻ വ്യവസായത്തിനും കയറ്റുമതിക്കും ഭീഷണി. പ്രതിരോധ രംഗത്ത് ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാകുന്നു. പുടിന്റെ വരവിനെ ഉറ്റുനോക്കി ലോകരാഷ്ട്രങ്ങൾ. 8 പ്രതിരോധ ഓഹരികൾക്ക് ബ്രോക്കറേജ് കവറേജ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രകീർത്തിച്ച് യൂറോപ്യൻ യൂണിയൻ. പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ അവസരങ്ങൾ നൽകുന്നുവെന്ന് EU പ്രതിനിധി. സമ്പന്ന കുടുംബങ്ങളെയും നിക്ഷേപ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കില്ലെന്ന് സെബി. മാധ്യമവാർത്ത തെറ്റ്. അമേരിക്ക വിട്ടുപോയാൽ കുടിയേറ്റ കൗമാരക്കാർക്ക് $2,500 സമ്മാനം പ്രഖ്യാപിച്ച് ട്രംപ്. നീക്കത്തിൽ പ്രതിഷേധം. വിശദമായ വാർത്തകൾ നോക്കാം. അമേരിക്കയുമായി കൈകോർത്ത് അറബിക്കടൽ തീരത്ത് പുതിയ തുറമുഖം നിർമ്മിക്കാൻ പാകിസ്ഥാൻ. ഇന്ത്യയുടെ ചരക്ക് വ്യവസായത്തിനും രാസ ഇലക്ട്രോണിക് ഡിജിറ്റൽ വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്ന് ആശങ്ക. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറാണ് തുറമുഖ നിർമ്മാണ പദ്ധതി അമേരിക്കയുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അറബിക്കടലിന് തീരത്തുള്ള തുറമുഖ നഗരമായ ഗ്വാദറിന് സമീപത്തെ പാസ്നിയോട് ചേർന്നാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപൂർവ ധാതുക്കളാൽ സമ്പന്നമായ മേഖലയാണ് പാസ്നി. അപൂർവ ധാതുക്ഷാമം അനുഭവിക്കുന്ന അമേരിക്കയ്ക്ക് ഇതൊരു നേട്ടമായിരിക്കും. അതിനാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പദ്ധതിയിൽ താൽപര്യമുണ്ടാവും. പിന്നാലെ അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് കണ്ടെത്താമെന്നുമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. അതേസമയം ഗ്വാദറിന്റെ അടുത്തായാണ് ഇറാനിൽ ഇന്ത്യ ആരംഭിച്ച ചബഹാർ തുറമുഖമുള്ളത്. പാകിസ്ഥാനിൽ അമേരിക്ക തുറമുഖം നിർമ്മിച്ചാൽ അത് ചബഹാറിലെ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാവും. തീരുവ വിഷയത്തിൽ ഇന്ത്യയും US-ഉം തമ്മിൽ ഭിന്നത രൂക്ഷമാണ്. ഇതിനിടെ പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് വ്യാപാര കരാറുകളെ അടക്കം ബാധിക്കാം. അതോടൊപ്പം പാകിസ്ഥാനും US-ഉം തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വാണിജ്യ രംഗത്ത് വലിയ മത്സരം വരും. ഇതോടെ ഇന്ത്യയുടെ ഏഷ്യൻ വിപണിയിലെ സ്ഥാനം ദുർബലമാകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സമുദ്ര നയതന്ത്രത്തിലെ ഭിന്നത ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും. അതേസമയം അമേരിക്കൻ റഡാറിലുള്ള ഇറാന് തൊട്ടടുത്താണ് തുറമുഖ പദ്ധതി എന്നത് ട്രംപിനെ കരാറിലേക്ക് എത്തിച്ചേക്കാം. മേഖലയിൽ ഒരു തുറമുഖത്തിന്റെ നിയന്ത്രണം ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാനും അഫ്ഗാനും മേൽത്തൂക്കം നൽകുമെന്നതാണ് വിലയിരുത്തൽ. എന്നാൽ തുറമുഖത്തിന്റെ നടത്തിപ്പ്, ചൈനീസ് കടന്നുകയറ്റം എന്നിവയിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. അതിനാലാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാതെ നീക്കിവെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രതിരോധ രംഗത്ത് ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാകുന്നുവെന്ന് സൂചന. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിലേക്ക് ഉറ്റുനോക്കി ലോകരാഷ്ട്രങ്ങൾ. 8 പ്രതിരോധ ഓഹരികൾക്ക് ബ്രോക്കറേജ് കവറേജ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക അധിക താരിഫ് ചുമത്തിയതിനു പിന്നാലെയാണ് ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ റഷ്യ പ്രഖ്യാപിക്കുന്നത്. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശനത്തിന് തയ്യാറാവുകയുമാണ്. പ്രധാനമായും പ്രതിരോധ രംഗത്താണ് ബന്ധം ശക്തമാക്കുന്നത്. റഷ്യൻ S-400 മിസൈലാണ് ആദ്യഘട്ടത്തിൽ വാങ്ങാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഡിസംബറിലെ പുടിന്റെ സന്ദർശന വേളയിലെ കരാറുകളിൽ ഒന്ന് ഇതായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വാർത്തയ്ക്ക് പിന്നാലെ ഗോൾഡ്മാൻ സാക്സ് 8 പ്രതിരോധ ഓഹരികളിൽ കവറേജ് ആരംഭിച്ചിരുന്നു. ഇതിൽ 7 എണ്ണത്തിന് ബുള്ളിഷ് റേറ്റിംഗാണ് നൽകിയിരിക്കുന്നത്. PTC ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ലിമിറ്റഡും കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും ബ്രോക്കറേജ് വ്യക്തമാക്കി. അതേസമയം പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നടപടികൾക്കും റഷ്യയുടെ പിന്തുണയുണ്ട്. റഷ്യയുമായി ചേർന്ന് AK-203 റൈഫിളുകൾ നിർമ്മിക്കുന്നത് ഉടൻ തുടക്കം കുറിക്കും. എണ്ണയ്ക്കു പുറമെ വ്യാപാരം, സാങ്കേതിക സഹകരണം, ധനകാര്യം, ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, ബ്രിക്സ് എന്നിവയിലും വലിയ കരാറുകളാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യൻ സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും ആകർഷകമെന്ന് യൂറോപ്യൻ യൂണിയൻ. സ്വതന്ത്ര വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയന് വ്യാപാരം, തൊഴിൽ, നിക്ഷേപ മേഖലകളിൽ അവസരങ്ങൾ നൽകുന്നുവെന്ന് EU അംബാസിഡർ.
തിങ്കളാഴ്ചയാണ് 14ാം റൗണ്ട് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച ആരംഭിക്കുക. പുതിയ സർവേ പ്രകാരം നിലവിൽ 6000-ത്തിലധികം യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 3 ദശലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. ഈ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് നിക്ഷേപം നടത്തുക മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം മെയ്ക്ക് ഇൻ ഇന്ത്യ ദൗത്യമാണ്. പുതിയ കരാർ വരുന്നതോടെ ഇന്ത്യയിലെ EU കമ്പനികളിൽ 80% തൊഴിലും നിക്ഷേപവും വർദ്ധിപ്പിക്കും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അവസരമാണ് കരാർ ഇരു രാജ്യങ്ങൾക്കും വാഗ്ദാനം ചെയ്യുന്നതെന്നും ഡെൽഫിൻ പറഞ്ഞു. ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം അവസാനത്തോടെ അന്തിമമാകുമെന്നാണ് പ്രതീക്ഷ. പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തമാക്കാനും ഇതിനകം ധാരണയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമ്പന്ന കുടുംബങ്ങളെയും നിക്ഷേപ സ്ഥാപനങ്ങളെയും റഡാറിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സെബി. നിയന്ത്രണ നീക്കമെന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്നും വിശദീകരണം. സമ്പന്ന കുടുംബങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളാണ് ഫാമിലി ഓഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവയെ നിയന്ത്രണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നുവെന്നായിരുന്നു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നിർദ്ദേശവും സെബി നൽകിയിട്ടില്ല. മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്നും സെബി അറിയിച്ചു. ഇന്ത്യയിലെ 25% ഫാമിലി ഓഫീസുകളും ഇപ്പോഴും സമ്പത്ത് സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പലരും ആഗോളതലത്തിലാണ് നിക്ഷേപിക്കുന്നത്. സ്വകാര്യ ഇക്വിറ്റി, ഹെഡ്ജ് ഫണ്ടുകൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ളവയാണ് ഇതിൽ പ്രധാനമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. പിന്നാലെയാണ് സെബിയുമായി ചേർത്ത് ഇത്തരമൊരു വാർത്ത വന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US തീരുവയിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടം നികത്തുമെന്ന് റഷ്യ. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങുമെന്നും റഷ്യ അറിയിച്ചു. US കനത്ത തീരുവ ചുമത്തിയതുമൂലം ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം നികത്തി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇതിനായി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങാൻ റഷ്യൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് റഷ്യയുടെ സുപ്രധാന നടപടി. എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം നികത്തുമെന്ന് പുടിൻ വ്യക്തമാക്കി. സോച്ചിയിൽ നടക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള 140 രാജ്യങ്ങളിലെ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ഇന്ത്യക്കുമേൽ കനത്ത തീരുവ ചുമത്തിയതിനെ ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾ ഹനിക്കുന്നതും അപമാനകരവുമായ ഒരു തീരുമാനത്തിലും ഇന്ത്യയിലെ ജനങ്ങൾ കൂട്ടുനിൽക്കില്ല. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വിപുലമാക്കുമെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗാസ വിഷയത്തിൽ ട്രംപിനെ പ്രശംസിച്ച് നരേന്ദ്രമോദി. ട്രംപിന്റെ ഇടപെടൽ സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനും അധികാരം വിടാനും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതിനെ തുടർന്നാണ് മോദിയുടെ പ്രതികരണം. ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ശക്തമായി പിന്തുണയ്ക്കുന്നത് ഇന്ത്യ തുടരുമെന്നും മോദി വ്യക്തമാക്കി. 2 വർഷമായി തുടരുന്ന പ്രതിസന്ധി അവസാനിപ്പിക്കാനും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച 20-ദിന സമാധാന പദ്ധതിയിലെ വ്യവസ്ഥകൾ അംഗീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹമാസ് ബന്ദികളെ വിട്ടയക്കാമെന്ന് വ്യക്തമാക്കിയത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,945 രൂപയും പവന് 87,560 രൂപയുമായി. വെള്ളി 150. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.